നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന ഹൈടെക് കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 മാർച്ച് 26 ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് cel.ku.in e-learning എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഏപ്രിൽ 4 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 11 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487 243856. റബ്ബർ ബോർഡിൻ്റെ കീഴിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ് മാർച്ച് 17-18 തീയതികളിൽ രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 12:30 വരെ റബ്ബർ ഉത്പന്ന നിർമ്മാണത്തിൽ ഓൺലൈനായി പരിശീലനം നൽകുന്നു. പരിശീലന മാധ്യമം മലയാളമായിരിക്കും. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 9497487209 എന്ന വാട്സാപ്പ് നമ്പറിലോ 048123532201 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഇമെയിൽ training@rubberboard.org.in. കാർഷിക നിർദ്ദേശം. കമുകിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ് മഞ്ഞളിപ്പ്. ഇത് പല കാരണങ്ങളാൽ ഉണ്ടാകാം. മഴക്കാലത്തെ നീർവാർച്ചയില്ലാത്തതാണ് പ്രധാന കാരണം. മണ്ണിൽ നൈട്രജൻ, പൊട്ടാഷ്, മഗ്നീഷ്യം എന്നിവയുടെ അഭാവം മഞ്ഞളിപ്പിന് ഇടയാക്കും. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ചിട്ടയായ പരിചരണത്തിലൂടെ മഞ്ഞളിപ്പ് മാറ്റിയെടുക്കാം. എല്ലാ വർഷവും ഓരോ തടത്തിലും 1/2 കിലോഗ്രാം വീതം കുമ്മായം, 100 ഗ്രാം മഗ്നീഷ്യം, 100 ഗ്രാം മൈക്രോ ന്യൂട്രിയൻ ഫുഡ് എന്നിവ ചേർക്കുന്നത് നന്നായിരിക്കും. മരച്ചീനിയിലെ ഇലകരിച്ചിൽ രോഗം ഒഴിവാക്കാൻ രോഗപ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ കൃഷി ചെയ്യുക. ഈ രോഗത്തിനെതിരെ ഒരു പരിധിവരെ പ്രതിരോധശേഷിയുള്ള ഇനങ്ങളാണ് H97, H226, H1687, H2304 എന്നിവ. കാർഷിക വാർത്തകൾ സമാപിക്കുന്നു.